10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാറാ തോമസ് ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയയായ മലയാളം എഴുത്തുകാരിയായിരുന്നു സാറാ തോമസ്. മുറിപ്പാടുകൾ, അസ്തമയം, ജീവിതമെന്ന നദി, പവിഴമുത്ത്, ആ മനുഷ്യൻ നീ തന്നെ, അർച്ചന, നാർമടിപ്പുടവ, ദൈവമക്കൾ, അഗ്നിശുദ്ധി, ചിന്നമ്മ, വലക്കാർ, നീലക്കുറിഞ്ഞികൾ, ചുവക്കും നേരം, ഗ്രഹണം തുടങ്ങിയവ സാറാ തോമസിൻ്റെ കൃതികളാണ്. ആനന്ദാശ്രുക്കൾ. ആശയം: സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം. അനാഥനായ ജോസ് കർമ്മലിത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ സിസ്റ്റർ തെരേസായുടെ പരിചരണത്തിലാണ് കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയത്. 5 വയസ്സായപ്പോൾ പട്ടണത്തിൽ നിന്ന് അകന്നു മാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഓർഫനേജിലേക്ക് മാറി. കൂറ്റൻ മതിൽ വളപ്പിനുള്ളിൽ അനേകം ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന ബിൽഡിംഗ്. അവരുടെ ദിനചര്യകൾക്കെല്ലാം ചിട്ടകളുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കാനും ആരാധനയ്ക്ക് എത്താനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങുന്നതുമെല്ലാം മണി മുഴങ്ങുന്നതിന് അനുസരിച്ചായിരുന്നു. പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാവാം അവരാരും അതിൽ ഖേദം പ്രകടിപ്പിക്കാറില്ല. എന്നാൽ കുടുംബക്കാരൊത്തു കഴിയുന്ന പള്ളിക്കൂടത്തിലെ സുഹൃത്തുക്കളുടെ കഥകൾ കേൾക്കുമ്പോൾ ജോസ് തൻ്റെ വലിയ വിടവിനെപ്പറ്റി ബോധവാനായിരുന്നു. ആ ബാഗ് പപ്പ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്നലെ എൻ്റെ പിറന്നാളിന് അമ്മ പായസം വെച്ചു. ഈ അവധിക്ക് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോകും. ഈ ആണ്ടിൽ ജയിച്ചാൽ വല്യപ്പച്ചൻ ഒരു ചെറിയ സൈക്കിൾ വാങ്ങിച്ചു തരും എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവനെ സങ്കടപ്പെടുത്താറുണ്ട്. പക്ഷേ വഴക്കു കൂടുന്ന സമയത്ത് കുട്ടികൾ അവനെ ആരുമില്ലാത്തവൻ എന്ന് വിളിച്ചു കളിയാക്കുന്നത് അവനെ വല്ലാതെ വേദനിപ്പിക്കും. അനാഥാലയത്തിൻ്റെ നടശാലയുടെ പടികളിൽ വിഷമിച്ചിരിക്കുന്ന ജോസിനെ അശരണരുടെയും അനാഥരുടെയും ആശ്വാസം യേശുദേവനിലാണെന്നു പറഞ്ഞ് ഫാദർ അവനെ സമാധാനിപ്പിക്കും. തൻ്റെ എല്ലാ സങ്കടങ്ങളും അവൻ ദൈവത്തോട് പറഞ്ഞു. എന്നും മുട്ടിപ്പായി അവനൊരു അപേക്ഷ ഉണർത്തിക്കാനുണ്ടായിരുന്നു. അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ എന്ന്. അങ്ങനെ അവൻ കാത്തിരുന്ന ദിനം എത്തുകയാണ്. പ്രഭാതമണി മുഴങ്ങുമ്പോൾ ചാടി എഴുന്നേറ്റ് ജോസ് ഫാദറിൻ്റെ മുറിയിലേക്ക് ഓടുന്നു. ഒരു പുഞ്ചിരിയോടെ ഫാദർ അവന് മുന്നിലേക്ക് പത്രം നീട്ടുന്നു. തൻ്റെ നമ്പറിന് മുകളിലെ നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. പിന്നീട് തൻ്റെ ഭാവി എന്താകുമെന്ന ആകാംക്ഷയിൽ അവൻ ഫാദറിനെ നോക്കുന്നു. ഇവിടെ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്തു പഠിപ്പിക്കാനേ നിവർത്തിയുള്ളൂ എന്ന് ഫാദർ പറയുന്നു. എന്തായാലും നീ ഭാവിയെ ഓർത്തു വിഷമിക്കേണ്ട, എല്ലാം നീ ആശിച്ചതുപോലെ ശരിപ്പെടും എന്നും പറയുന്നു. സന്തോഷത്തോടെ ജോസ് തിരികെ പോകുന്നു. ഡൈനിങ് ഹാളിൻ്റെ പടികളിൽ പീറ്റർ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഫാദറിൻ്റെ മുറിയിൽ പോയി റിസൾട്ട് നോക്കണ്ടേ എന്ന ചോദ്യത്തിന് മറുപടിയായി താൻ അവിടെ നിന്നാണ് വരുന്നതെന്നും നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നും പറഞ്ഞ് ഫാദർ പറഞ്ഞതെല്ലാം പീറ്ററിനോട് പറയുന്നു. രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രു പൊഴിയുന്നു. വിശകലനം: ദൈവം മാത്രം തുണയായിട്ടുള്ള അനാഥരായ കുട്ടികളുടെ ജീവിത രീതികളും മനോവ്യഥകളും ആഗ്രഹങ്ങളുമെല്ലാം തുറന്നു കാട്ടുന്ന കഥയാണ് ആനന്ദാശ്രുക്കൾ. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെടുന്നവരാണ് ഒട്ടുമിക്ക അനാഥ കുട്ടികളും. തൻ്റെ അച്ഛനാര് അമ്മയാര് എന്നൊന്നും അറിയാതെ തന്തയില്ലാത്തവൻ എന്ന സമൂഹത്തിൻ്റെ പരിഹാസം കേട്ടു വളരേണ്ടി വരുന്നു. ഒരു കുടുംബം എന്നതിലുപരി കർശന നിയമങ്ങളാൽ പടുത്തുയർത്തിയ ചിട്ടയായ ഒരു ജീവിത രീതിയാണ് അവരുടേത്. ബന്ധുക്കളോടൊത്തുള്ള ജീവിത രീതി അറിയാത്തതുകൊണ്ടു തന്നെ അനാഥാലയത്തിലെ ചിട്ടകൾക്കൊത്തു ജീവിക്കുന്നത് അവർക്ക് പ്രയാസമായി തോന്നുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളുടെ സംസാരം കേൾക്കുമ്പോൾ ജോൺ തനിക്കില്ലാതായത് നികത്താനാവാത്ത ഒരു വിടവാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവൻ്റെ ബന്ധുക്കൾ കന്യാസ്ത്രീകളും ഫാദർമാരും കുറേ കുട്ടികളുമാണ്. ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ താൻ ആരുടെയും ഔദാര്യം പറ്റാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹം ജോസിനുണ്ട്. അതുകൊണ്ടാണ് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ എന്ന് ദൈവത്തിനോട് അവൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ അശരണരുടെയും നിരാലംബരുടെയും കാവൽക്കാരനായ ലോകനന്മയ്ക്കായി കുരിശിലേറിയ കർത്താവിന് എങ്ങനെ കഴിയും? ജോസ് പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സാകുന്നു. അവൻ്റെ സന്തോഷത്തിൽ ഫാദറും അടുത്ത സുഹൃത്തായ പീറ്ററും പങ്കാളികളാകുന്നത് കാണാം. സിസ്റ്റർ തെരേസായും ഫാദർ ഫ്രാൻസിസും സ്വന്തം മകനെ പോലെയാണ് സ്നേഹിക്കുന്നത്.
വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫാദർ അവനെ ആശ്വസിപ്പിക്കുന്നു. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ എന്ന അച്ഛൻ്റെ വാക്കുകൾ മക്കളെ ഉപേക്ഷിച്ചു പോകുകയും അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. എത്ര വലിയ പാപമാണ് അവർ ചെയ്തു പോയതെന്ന്. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് ഒരു മാതൃകയാണ് ജോസ്. കൂടെ നിൽക്കാനും സഹായിക്കാനും ആരുമില്ലാതെ മുന്നോട്ടുള്ള വഴികളിലെല്ലാം അനാഥൻ എന്ന പരിഹാസം കേൾക്കേണ്ടി വന്നപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് പരിഹസിച്ചവരെല്ലാം ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന നിലയിൽ എത്തിച്ചേരണമെന്ന വാശി അവനിലുണ്ട്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന എല്ലാ അപമാനങ്ങളെയും മുന്നേറാനുള്ള ഊർജമാക്കി മാറ്റാൻ ജോസിന് സാധിച്ചു. ദുഃഖത്താൽ നിരന്തരം കണ്ണീർ പൊഴിക്കേണ്ടി വരുന്നവരാണ് ഓരോ അനാഥക്കുട്ടിയും. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സന്തോഷ കണ്ണുനീരും യാദൃശ്ചികമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആനന്ദാശ്രുക്കൾ എന്ന തലക്കെട്ട് പാഠഭാഗത്തിന് വളരെയധികം യോജിക്കുന്നുണ്ട്. ഈ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.